ഹായ് എവരി വൺ, ഒക്കസ്പീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു സർക്കാർ ജോലി, പ്രത്യേകിച്ച് LDC പോലെ ഒരു സർക്കാർ ജോലി മനസ്സിലില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ചുരുക്കമായിരിക്കും. 2027 ഒരു LDC പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന LDC 2027, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോ. ലക്ഷങ്ങൾ മത്സരിക്കുന്ന ഈ പരീക്ഷയിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ ഒരുപാട് പിറകിലായി പോകും. ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴേ ഒരുമിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. LDC 2027 പരീക്ഷയ്ക്ക് വേണ്ടി ഒക്കസ്പീഡിയ ഏറ്റവും പുതുതായി ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. LDC 2027 ജനറൽ ബാച്ച് അല്ലെങ്കിൽ ഹബിൾ 27. എന്താണ് ഹബിൾ 27 എന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ LDC 2027 വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം തന്നെയാണ് LDC 2027 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒക്കസ്പീഡിയ അവതരിപ്പിക്കുന്നത്. ഇതിവിടെ പറയുന്ന പോലെ വി സെർച്ച്ഡ് ദ ഹോൾ സ്റ്റേറ്റ്, ഫൗണ്ട് ദ ബെസ്റ്റ്. അതായത് കേരളത്തിൽ ഇവരിൽ ഇനി പകരം വയ്ക്കാൻ മറ്റ് അധ്യാപകരില്ല. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഫാക്കൽറ്റി ടീം, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീമാണ് നിങ്ങൾക്ക് LDC 2027 ജനറൽ ബാച്ചിനും മറ്റെല്ലാ ബാച്ചുകൾക്കും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ആദ്യമേ തന്നെ ഫാക്കൽറ്റി ലൈനപ്പാണ്. 16 അധ്യാപകരാണ് LDC 2027 ബാച്ചിൽ നിങ്ങൾക്കായി ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് ഫാക്കൽറ്റീസ്, അവർ ഏതൊക്കെ സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. LDC പോലെ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് നന്ദകിഷോർ സാറാണ്. 8 വർഷത്തോളമായി കേരള PSC UPSC മേഖലകളിൽ അധ്യാപന പ്രവൃത്തി പരിചയമുള്ള അധ്യാപകനാണ് നന്ദകിഷോർ സാറാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും എടുക്കുന്നത്. സിറാജ് സാറാണ് കേരള അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. സയൻസ് ക്യൂൻ എന്നറിയപ്പെടുന്ന വിദ്യാമിസാണ് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്ന മിസ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. ജെഫിൻ സാറാണ് വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത്. നേരത്തെ നമ്മൾ നന്ദകിഷോർ സാറിൻ്റെ കാര്യം പറഞ്ഞു. നന്ദകിഷോർ സാറാണ് നിങ്ങൾക്ക് ഇന്ത്യ കേരള ഹിസ്റ്ററികൾ എടുക്കുന്നത്. ജെഫിൻ സാറാണ് വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത്. ജൂമി മിസ്സാണ് ജോഗ്രഫിയും ബയോളജിയും എടുക്കുന്നത്. പ്രവീൺ സാറാണ് എക്കണോമിക്സ് ഹാൻഡിൽ ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് അർച്ചന മിസ്സാണ്. പിന്നെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും വളരെ നിർണായകം, അതായത് PSC പോലുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് വളരെ നിർണായകമായ 3 ടോപ്പിക്കുകളാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇവിടെ നിങ്ങൾക്ക് മലയാളം എടുക്കുന്നത് 27 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഷിബു സാറാണ് മലയാളം ഹാൻഡിൽ ചെയ്യുന്നത്. മാത്സ് എടുക്കുന്നത് ജോസ് കാപ്പൻ സാറും നിഖിൽ സാറും കൂടിയാണ്. മാത്സും മെൻ്റൽ എബിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുക വേണ്ട. ജോസ് കാപ്പൻ സാറും നിഖിൽ സാറും ആണ് നിങ്ങൾക്ക് മാത്സും മെൻ്റൽ എബിലിറ്റി എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ലോ നിങ്ങൾക്ക് എടുക്കുന്നത് അപർണ മിസ്സാണ്. വിവാഷ് സാറാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എടുക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എടുക്കുന്നത് അഖിൽ സാറാണ്. ഹക്കീം സാറാണ് ലൈവായി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ശ്രുതി മിസ്സിൻ്റെ റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഇനി പുതുതായി ഒക്കാസ്പീഡിയയെ പറ്റി കേൾക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഒക്കാസ്പീഡിയ എന്ന്. ഒക്കാസ്പീഡിയയിൽ പഠിച്ചവർക്കും അല്ലെങ്കിൽ ഒക്കാസ്പീഡിയയെ പറ്റി അറിയാവുന്നവർക്കും അങ്ങനെ ഒരു സംശയം വരേണ്ട കാര്യമില്ല. അത്ര പെർഫെക്റ്റാണ് ഒക്കാസ്പീഡിയ എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇത് പുതുതായി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പുതുതായി കാണുന്നവർക്ക് ഒക്കാസ്പീഡിയ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ റിസൾട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. കഴിഞ്ഞ LDCക്ക് വേണ്ടിയിട്ട് ഒക്കാസ്പീഡിയ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് 451 പേരാണ് ഒക്കാസ്പീഡിയയുടെ ബാച്ച് വഴി റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ തന്നെ 14 ജില്ലകളിൽ നിന്നും 105 പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ 100 റാങ്കിനകത്തുണ്ടായിരുന്നത്. ആദ്യത്തെ 100 റാങ്കിനകത്ത് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും 105 ഉദ്യോഗാർത്ഥികൾക്ക് ഇടം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ഒക്കാസ്പീഡിയയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 14 ജില്ലകളിൽ നിന്നും ആദ്യത്തെ 100 റാങ്കിനകത്ത് 105 പേരെയാണ് ഒക്കാസ്പീഡിയയ്ക്ക് എത്തിക്കാൻ സാധിച്ചത്. 2027 LDCക്ക് വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ബാച്ചസ് ഒക്കാസ്പീഡിയ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജനറൽ ബാച്ചിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ജനറൽ ബാച്ച് കൂടാതെ ഹബിൾ 27 എന്ന് പറയുന്നതാണ് ജനറൽ ബാച്ച്. അതുകൂടാതെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും ഹൗസ് വൈഫ്സിന് വേണ്ടിയിട്ടും ഓരോ ബാച്ചുകളുണ്ടാവും. ഹബിൾ 100 എന്ന് പറഞ്ഞ് 100 പേർക്ക് മാത്രം അഡ്മിഷനുള്ള 1-to-1 മെൻറ്റർഷിപ്പുള്ള ഒരു ഹബിൾ 100 എന്ന് പറയുന്ന ഒരു ബാച്ചും ഉണ്ടാവും. ഹബിൾ 27 എന്ന് പറയുന്ന ഒരു ജനറൽ ബാച്ചുണ്ട്. ഹബിൾ 27 എന്ന് പറഞ്ഞിട്ട് ഹൗസ് വൈഫ്സിന് വേണ്ടിയിട്ട് ബാച്ചുണ്ട്.
ഹബിൾ 27 എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട്, ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും പഠിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബാച്ചുണ്ട്. ജനറലായിട്ടൊരു ബാച്ചുണ്ട്. 100 പേർക്ക് മാത്രം അഡ്മിഷൻ തരുന്ന 1-to-1 മെൻറ്റർഷിപ്പുള്ള പ്രത്യേകം ആയി ഡിസൈൻ ചെയ്ത ഹബിൾ 100 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബാച്ച് കൂടിയുണ്ട്. ഇനി നമുക്ക് ഹബിൾ 27 ജനറൽ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. LDCയിൽ ആദ്യത്തെ 100 റാങ്കിനകത്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. വൊക്കാസ്പീഡിയയുടെ LDC 2027 ഹബിൾ 27 ജനറൽ ബാച്ച് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് വൊക്കാസ്പീഡിയയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. സ്ട്രക്ചേർഡ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നതും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതും എക്സാം തരുന്നതും. ഇനി കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൊക്കാസ്പീഡിയയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. അവിടെ വെച്ച് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര എക്സാം എഴുതിയിട്ടുണ്ട്, ഇന്ന് എത്രത്തോളം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പിറകിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്കൊരു മത്സര ബുദ്ധി ഉണ്ടാവുകയും ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് ടീം നമുക്കുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. LDC 2027 ജനറൽ ബാച്ചിൽ ജോയിൻ ചെയ്താലും ഹൗസ് വൈഫിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താലും വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് അഡ്മിൻ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവിടെ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ടിനും അവിടെ ആൾക്കാരുണ്ടാവും, മെൻറ്റേഴ്സായിട്ട് ഉണ്ടാവും. ഇനി LDC ജനറൽ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെയിലി ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക് വൈസ് PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സിലബസ് ബേസ്ഡ് SCRT നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് എടുക്കാൻ അധ്യാപകർ ഉപയോഗിക്കുന്ന സ്ലൈഡ്സിൻ്റെ PDF, അനോട്ടേറ്റഡ് ആയിട്ടും അല്ലാതെയുമുള്ള സ്ലൈഡ്സിൻ്റെ PDFും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി കറണ്ട് അഫെയറിൻ്റെ നോട്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയർ തന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർ, മന്ത്ലി കറണ്ട് അഫെയർ, ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ, ഇങ്ങനെ 3 രീതിയിൽ കറണ്ട് അഫെയറിൻ്റെ PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെയാണ് LDC 2027 ജനറൽ ബാച്ചിൽ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് ഉണ്ടോ, അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആ സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 90% ക്ലാസ്സുകളും LDC 2027 ജനറൽ ബാച്ചിൻ്റെ 90% ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ രാവിലെ 11 മണിക്ക് ഒരു ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് അന്ന് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കല്യാണത്തിന് പോകണം. അപ്പോൾ 11 മണിയുടെ ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ചെയ്ത സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ തന്നെ നിങ്ങളുടെ ആ ഫോൾഡറിൽ നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത സെഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് PYQ ഡിസ്കഷൻസ് ഉണ്ടാവും, സബ്ജക്റ്റ് വൈസ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഉണ്ടാവും, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ വൊക്കാബുലറിയുടെ ക്ലാസ്സുകളുണ്ടാവും, SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളുണ്ടാവും. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LDCക്ക് വേണ്ടുന്ന എല്ലാ ടൈപ്പ് ക്ലാസ്സസും ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LDCക്ക് വേണ്ടുന്ന എല്ലാ വിധമായിട്ടുള്ള ക്ലാസ്സുകളും ഈ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാവും, ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, ലൈവായിട്ട് PYQൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സുകളുണ്ടാവും, മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറിയുടെ ക്ലാസ്സുകളുണ്ടാവും, ജനറലായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളുണ്ടാവും, പിന്നെ വീക്കിലി മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്കുണ്ടാവും കേട്ടോ. അടുത്ത പ്രത്യേകത വൊക്കാസ്പീഡിയയുടെ എക്സാമുകളാണ്. LDC 2027 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് എക്സാം കിട്ടുമെന്ന് നോക്കിയാലോ. എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിളിനനുസരിച്ച് ഡെയിലി പഠിക്കുന്ന ടോപ്പിക്കുകളെ ബന്ധപ്പെട്ട് എക്സാമുകൾ ഉണ്ടായിരിക്കും. വീക്കിലി റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും, മന്ത്ലി റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും, PYQ എക്സാംസ് ഉണ്ടായിരിക്കും, PYQൻ്റെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, SCRTയുടെ എക്സാം ഉണ്ടായിരിക്കും, SCRT ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും, മോഡൽ എക്സാം ഉണ്ടായിരിക്കും, മോഡൽ ടോപ്പിക് വൈസ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും, കറണ്ട് അഫെയറിൻ്റെ മന്ത്ലി ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും, കറണ്ട് അഫെയർസിൻ്റെ തന്നെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടായിരിക്കും. കറണ്ട് അഫെയർസിൻ്റെ മന്ത്ലി എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 2026 ഏപ്രിലാണെന്ന് വിചാരിക്കുക. 2026 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫെയർ നിങ്ങൾക്ക് പഠിക്കാൻ തരും. അതിനുശേഷം 2026 ഏപ്രിൽ മാസത്തിൻ്റെ
OMR ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസറുമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാം. ഡെയിലി ടൈം ടേബിൾ എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനൊരു ടൈം ടേബിൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ടൈം ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. വീക്കിലി റിവിഷൻ എക്സാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരാഴ്ച തിങ്കൾ ടു വെള്ളി ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ ഉണ്ടാവുക. ശനി ഞായറും ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ റിവൈസ് ചെയ്യുന്നത് പ്രോപ്പറാണോ എന്നറിയാൻ എക്സാം വേണ്ടേ, അതാണ് വീക്കിലി റിവിഷൻ എക്സാം. അതുപോലെ തന്നെ നമ്മൾ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യും. ഒരു മാസം പഠിച്ച കാര്യങ്ങൾ 3-4 ദിവസം എടുത്തിട്ട് നമ്മൾ റിവൈസ് ചെയ്യും. ആ റിവിഷൻ എക്സാമാണ് മന്ത്ലി റിവിഷൻ എക്സാം. ഇനി PYQ എക്സാം എന്താണ്? ഇപ്പോൾ LDCക്ക് മുമ്പായിട്ട് 10th ലെവലും ഡിഗ്രി ലെവലും +2 ലെവലും ഒക്കെ ആയിട്ട് കുറേ പരീക്ഷകൾ, LGS ലെവലും ഒക്കെ ആയിട്ട് കുറേ പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരിക്കും. ആ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമാണ് PYQ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സാംസ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി PYQ ടോപ്പിക് വൈസ് എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററി മാത്രമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ജോഗ്രഫി മാത്രമാണോ ഉണ്ടാവുക? പല ടൈപ്പ് സബ്ജക്റ്റുകളുണ്ടാവും. അപ്പോൾ ടോപ്പിക് വൈസ് എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആപ്പിൽ കയറി കഴിഞ്ഞാൽ PYQൻ്റെ ഹിസ്റ്ററിയിലെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ജോഗ്രഫി നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ജോഗ്രഫി ചെയ്ത് നോക്കാം. മാത്സ് ആണ് നിങ്ങൾ വീക്ക്, അപ്പോൾ മാത്സിൻ്റെ ചെയ്ത് നോക്കണമെങ്കിൽ മാത്സിൻ്റെ ചെയ്ത് നോക്കാം. അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് എക്സാം ഉണ്ട്. SCRT എക്സാം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 5 മുതൽ 10 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന, സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെയാണ് SCRT എന്ന് പറയുന്നത്. SCRT നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയെ സംബന്ധിച്ചോളം SCRTയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ SCRT ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SCRT ബേസ് ചെയ്ത് എക്സാം നടക്കുമ്പോൾ അതിൻ്റെയും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്. ടോപ്പിക് വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ PYQൻ്റെ പറഞ്ഞതുപോലെ ഹിസ്റ്ററിയുടെ SCRTയുടെ എക്സാം മാത്രം നിങ്ങൾ നോക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ജോഗ്രഫി മാത്രം നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ SCRTക്കും എക്സാം ഉണ്ട്, SCRTയുടെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, മോഡലിൻ്റെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്. ഇനിയും നമുക്ക് കോഴ്സിൻ്റെ ഫീസ് നോക്കിയാലോ. LDCയുടെ എല്ലാ ബാച്ചുകൾക്കും, അതായത് ജനറൽ ബാച്ച്, ഹൗസ് വൈഫിൻ്റെ ബാച്ച്, വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ബാച്ച്, ഈ 3 ബാച്ചുകൾക്കും ഫീസ് വരുന്നത് 1500 രൂപയാണ്. 1500 രൂപയാണ്. 1500 രൂപ എന്താണ്? 1500 രൂപ ഒരു മാസത്തെ ഫീസല്ല, അല്ലെങ്കിൽ 2 മാസത്തെ ഫീസല്ല. 1500 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻസിൻ്റെ എക്സാം എന്നാണോ, 1 വർഷം കഴിഞ്ഞിട്ടാണ് മെയിൻസിൻ്റെ എക്സാം എങ്കിൽ അന്ന് വരെ, 1.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അന്ന് വരെ, എന്നാണോ നിങ്ങളുടെ മെയിൻസ് എക്സാം അന്ന് വരെയുള്ള നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് 1500 രൂപയാണ്. ഒക്കസ്പീഡിയയുടെ LDC 2027 എന്ന് പറയുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഓൾ കോഴ്സ് എന്ന് പറയുന്നിടത്ത് LDC 2027 ജനറൽ ബാച്ച്, LDC 2027 ഹൗസ് വൈഫ് ബാച്ച്, LDC 2027 വർക്കിംഗ് പ്രൊഫഷണൽസ് ബാച്ച് എന്നൊക്കെ ഒരു ലിസ്റ്റ് കാണും. അവിടെ നിന്ന് ജനറൽ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. LDC 2027 ഹൗസ് വൈഫ് ബാച്ചിൻ്റെയും LDC 2027 എന്ന് പറയുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ബാച്ചിൻ്റെയും LDC ഹബിൾ 100 എന്ന് പറയുന്ന 100 പേർക്ക് മാത്രം അഡ്മിഷനുള്ള മെൻറ്റർഷിപ്പ് ബാച്ചിൻ്റെയും ഡീറ്റെയിൽസ് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ജനറൽ ബാച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. LDCയുടെ ജനറൽ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കസ്പീഡിയയുടെ ആപ്പ് അവൈലബിൾ ആണ്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ 7890904545. ഈ നമ്പറിലേക്ക് വിളിച്ചാലോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ നമ്മുടെ കസ്റ്റമർ കെയറിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള സഹായം അവിടുന്ന് ലഭിക്കും. ഇനി ഹബിൾ 100 എന്താണ്, ബാക്കിയുള്ള ബാച്ചുകൾ എന്താണ് എന്നൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോസിൽ പങ്കുവയ്ക്കാം.